Dear students, welcome to the class of Fluid Mechanics and Hydraulics. Here we will be discussing about pressure measuring devices like U-tube differential manometer and inverted U-tube differential manometer. First of all, let us see the difference between differential manometers and simple manometers. Differential manometers are the devices used for measuring the difference of pressure between two points in a pipe or in two different pipes. ഡിഫറൻഷ്യൽ മാനോമീറ്റർ പറയുന്നതിനെപ്പെട്ട സിമ്പിൾ മാനോമീറ്റർ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. സിമ്പിൾ മാനോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഏതെങ്കിലും ഒരു പോയിന്റിലെ പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ മാനോമീറ്റർ. ഈ ബി എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നതാണ് ഒരു പൈപ്പാണ്. അതിലേതെങ്കിലും ഒരു പോയിന്റിലെ പ്രഷർ മെഷർ ചെയ്യണമെങ്കിൽ എന്താണ് അവിടെ ഒരു സിമ്പിൾ യൂട്യൂബ് മാനോമീറ്റർ കണക്ട് ചെയ്താൽ മതി. അറ്റ് എ പർട്ടിക്കുലർ പോയിന്റിലെ പ്രഷറാണ് ആര് തരുന്നത്? സിമ്പിൾ മാനോമീറ്റർ തരുന്നത്. ഡിഫറൻഷ്യൽ മാനോമീറ്റർ എന്താ തരുന്നത്? ഡിഫറൻസ് ഓഫ് പ്രഷർ ബിറ്റ്വീൻ ടു പോയിന്റ്സ് ഇൻ എ പൈപ്പ് ഓർ ഇൻ ടു ഡിഫറൻറ്റ് പൈപ്സ്. ഡിഫറൻഷ്യൽ മാനോമീറ്റർ രണ്ട് പോയിന്റിലെ പ്രഷർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് തരുന്നത്. ആ രണ്ട് പോയിന്റ് ഒന്നുകിൽ ഒരു പൈപ്പിലെ രണ്ട് ഡിഫറൻറ്റ് പോയിന്റ്സ് ആവാം, അല്ലെങ്കിൽ രണ്ട് സെപ്പറേറ്റ് പൈപ്പ്സിലെ പോയിന്റ്സ് ആവാം. ഈ ഫസ്റ്റ് ഫിഗർ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഒരു പൈപ്പ് കാണിച്ചിരിക്കുന്നുണ്ട്. അതിലെന്താ ഏരിയ ചേഞ്ച് ചെയ്യുന്നുണ്ട്, ഏരിയ കുറയുന്നുണ്ട്, പിന്നെ ഏരിയ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്താ രണ്ട് പോയിൻറ്റ്സിന്ന് ടാപ്പിങ്സ് എടുക്കുന്നുണ്ട്, രണ്ട് പോയിൻറ്റ്സിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ രണ്ട് പോയിൻറ്റിലെ പ്രഷർ ഡിഫറൻസ് ആരുപയോഗിച്ച് കണ്ടുപിടിക്കുക? ഈ ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഉപയോഗിച്ചാൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സെക്കൻഡ് കേസ് എന്താ? രണ്ട് സെപ്പറേറ്റ് പൈപ്പാണ്. എ എന്ന് പറഞ്ഞൊരു പൈപ്പുണ്ട്, ബി എന്ന് പറഞ്ഞൊരു പൈപ്പുണ്ട്. അത് തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കണക്ട് ചെയ്തിട്ടുണ്ട്. എയിലെയും ബിയിലെയും തമ്മിലെ പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ആര് യൂസ് ചെയ്യുക? ഈ ഡിഫറൻഷ്യൽ മാനോമീറ്റർ യൂസ് ചെയ്യുക. A differential manometer consists of a U-tube containing a manometric liquid whose two ends are connected to the points whose difference of pressure is to be measured. എന്താ പറഞ്ഞിരിക്കുന്നത്? യൂട്യൂബ് മാനോമീറ്റർ പറഞ്ഞാൽ അതിൻ്റെ ബേസിക് എന്താണ്? ആ യു ഷേപ്പിലെ ഒരു ഗ്ലാസ് ട്യൂബാണ്. അതിൻ്റെ രണ്ട് എൻഡ്സ്, ഒരെൻഡ് രണ്ട് എൻഡ്സ് ഇവിടുത്തെ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. എവിടുത്തെ തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് ആണോ മെഷർ ചെയ്യേണ്ടത് അവിടത്തോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ? അതിലൊരു മാനോമെട്രിക് ഫ്ലൂയിഡും ഇത് നിറച്ചിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ബേസിക് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ ആർ യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ, ദെൻ ഇൻവേർട്ടഡ് യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. ഫസ്റ്റ് വൺ, യൂട്യൂബ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ. കേസ് 1, ടു പൈപ്സ് അറ്റ് ഡിഫറൻറ്റ് ലെവൽസ്. ഫസ്റ്റ് കേസിൽ രണ്ട് പൈപ്പ് ഉണ്ട്. എ എന്ന് പറഞ്ഞ പൈപ്പും ഉണ്ട്, ബി എന്ന് പറഞ്ഞ പൈപ്പും ഉണ്ട്. രണ്ടും സെയിം ഹൊറിസോണ്ടൽ ലെവലിലാണോ? അല്ല. എ എന്ന് പറഞ്ഞ പൈപ്പ് എന്താണ്? കുറച്ച് ബീനെക്കാട്ടി മുകളിലാണ് ഉള്ളത്. അതാണ് അറ്റ് ഡിഫറൻറ്റ് ലെവൽസ് എന്ന് പറയുന്നത്. ഇനി അതിൽ ഉപയോഗിച്ചിരിക്കുന്ന നൊട്ടേഷൻസ് നോക്കാം. എ എന്ന് പറഞ്ഞ പോയിന്റിലെ പ്രഷർ എന്താണ്? പി എ ആണ് ഡിനോട്ട് ചെയ്യുന്നത്. ബി എന്ന് പറഞ്ഞ പോയിന്റിലെ പ്രഷർ പി ബി ആണ്. ഇനി എയിലുള്ള ലിക്വിഡും ബിയിലുള്ള ലിക്വിഡും, അതായത് രണ്ട് പൈപ്പിലുള്ള ലിക്വിഡ് എന്താണ്? ഡിഫറൻറ്റ് ലിക്വിഡ്സ് ആണ്. എയിലുള്ള ലിക്വിഡിൻ്റെ ഡെൻസിറ്റി എന്താണ്? റോ 1 ആണ്. ബിയിലുള്ളതിൻ്റെ ഡെൻസിറ്റി റോ 2 ആണ്. പിന്നെന്താ? റോ ജി എന്താണ്? മാനോമെട്രിക് ഫ്ലൂയിഡ്. നോർമലി എന്താണ്? മെർക്കുറി ആണ് യൂസ് ചെയ്യൽ. അതിൻ്റെ ഡെൻസിറ്റി എന്താണ്? റോ ജി ആണ്. ഇനി എച്ച് എന്താ? ഡിഫറൻസ് ഓഫ് മെർക്കുറി ലെവൽ ഇൻ ദ യൂട്യൂബ്. എച്ച് നോക്കിയാൽ മനസ്സിലാവും എന്താ? ആ യൂട്യൂബിലെ മെർക്കുറി ലെവൽ ഡിഫറൻസ്. ലെഫ്റ്റ് ലിംബിലെയും റൈറ്റ് ലിംബിലെയും മെർക്കുറിയുടെ ലെവൽ ഡിഫറൻസ് ആണ് എച്ച് എന്ന് പറയുന്നത്. ഇനി എക്സ് എന്താ? ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് എ ഫ്രം ദി മെർക്കുറി ലെവൽ ഇൻ ദ റൈറ്റ് ലിംബ്. എക്സ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഏതാണ്? റൈറ്റ് ലിംബിലെ മെർക്കുറി ലെവലിൽ നിന്ന് എ എന്ന് പറഞ്ഞ പൈപ്പിൻ്റെ സെൻറ്ററിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എക്സ് എന്ന് പറയുന്നത്. വൈ എന്താണ്? ബി എന്ന് പറഞ്ഞ പൈപ്പ്, അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഈ റൈറ്റ് ലിംബിലെ മെർക്കുറി ലെവലിലോട്ടിലെ ആ ഡിസ്റ്റൻസ് ആണ് വൈ ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്? പ്രഷർ ബാലൻസ് ആണ് നോക്കേണ്ടത്. പ്രഷർ ബാലൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് വേണം? ആദ്യം ഒരു ഡാറ്റം ലൈൻ വേണം. ഡാറ്റം ലൈൻ ഞാനിവിടെ എക്സ് എക്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഡാറ്റം ലൈൻ എന്താ? ഹൊറിസോണ്ടലായിട്ട് വരച്ചിരിക്കുന്നത്. ഈ ഒരു പോയിന്റിലെ പ്രഷറും ഈ ഒരു പോയിന്റിലെ പ്രഷറും എന്തായിരിക്കും? സെയിം ആണ്, കാരണം സെയിം ഹൊറിസോണ്ടൽ ലെവലിലാണ് അതുള്ളത്. ഇനി ലെഫ്റ്റ് ലിംബിലെ പ്രഷർ നോക്കണം. ആരൊക്കെ എവിടെ ഉണ്ടാവുക? പി എ എന്ന് പറഞ്ഞ പോയിന്റിലെ ആ ഫ്ലൂയിഡ് പ്രഷർ പ്ലസ് എന്താണ്? ഈ ഒരു ഹൈറ്റ് കൊണ്ട് ഉണ്ടാകുന്ന പ്രഷർ. ആ ഹൈറ്റ് കൊണ്ട് ഉണ്ടാകുന്ന പ്രഷർ എവിടെ നിന്ന് കിട്ടുക? ഹൈഡ്രോസ്റ്റാറ്റിക് ലോ ഉണ്ട്. ആ ഹൈറ്റ് അറിയെങ്കിൽ റോ ജി എച്ച് ഇക്വേഷൻ ഉപയോഗിച്ചാൽ കിട്ടും.
ഇനി നോക്കാം ലെഫ്റ്റ് സൈഡിൽ എന്താണ് പ്രഷർ ഇക്വേഷൻ എന്താ ടോട്ടൽ പ്രഷർ. ഈ ഒരു പോയിന്റിലെ പ്രഷർ എന്താ PA പ്ലസ് പിന്നെന്താ ഇതിൻ്റെ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു ഈ ടോട്ടൽ ഹൈറ്റ് എന്താ ഡെൻസിറ്റി ρ1 ആണ് G ഇൻറ്റു ഈ ടോട്ടൽ ഹൈറ്റ് എത്ര വരും ഇവിടുന്ന് ഇവിടെ വരെ H വന്നു പ്ലസ് എക്സ് എന്താണ് ഇവിടെ ഇല്ല ടോട്ടൽ പ്രഷറായി. ഇനി എന്താ റൈറ്റ് ലിംബിലെ ടോട്ടൽ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കുക. പ്രഷർ എബോവ് XX ഇൻ ദ റൈറ്റ് ലിംബ് ആരൊക്കെയുണ്ട് PB ഈ പൈപ്പ് ലൈനിലെ പ്രഷർ പ്ലസ് എന്താ ഈ ഒരു ഹൈറ്റ് സെയിം ലിക്വിഡാണ് ആ ഒരു ഹൈറ്റിൽ അത് എക്സൈറ്റ് ചെയ്യുന്ന പ്രഷർ പ്ലസ് ഈ മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ ഈ ഹൈറ്റ് കോളം കൊണ്ടുണ്ടാകുന്ന പ്രഷർ അങ്ങനെ ഏതാ PB പ്ലസ് ρ2GY ആരുടെ എഫക്റ്റാണ് ഇതിൻ്റെ എഫക്റ്റാണ് ρ2GY എന്ന് പറയുന്നത് പ്ലസ് ρG/GH മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി ρG ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു ആ കൺസിഡർ ചെയ്യുന്ന ഹൈറ്റ്. ഓക്കെ ഇനി എന്താ ചെയ്യേണ്ടത് രണ്ട് പ്രഷറും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുക. XX എന്താണ് സെയിം പ്രഷറാണ് ആക്ട് ചെയ്യുന്നത് രണ്ട് പ്രഷറും തമ്മിൽ ഇക്വേറ്റ് ചെയ്യുന്നത്. ലെഫ്റ്റ് പ്രഷറും റൈറ്റ് പ്രഷറും ഇക്വേറ്റ് ചെയ്തിട്ട് എന്ത് കണ്ടുപിടിക്കുക PA മൈനസ് PB എന്താണെന്ന് കണ്ടുപിടിക്കുക. അടുത്ത കേസ് 2 പൈപ്പ്സ് ആർ അറ്റ് സെയിം ലെവൽ ആൻഡ് കണ്ടെയ്നിങ് സെയിം ലിക്വിഡ്. ഇതെന്താണ് രണ്ട് പൈപ്പ്സ് AB എന്താണ് സെയിം ലെവലിൽ സെയിം ഹൊറിസോണ്ടൽ ലെവലിലാണ് രണ്ടും ഉള്ളത്. പിന്നെന്താ രണ്ടും കണ്ടെയ്ൻ ചെയ്യുന്ന ലിക്വിഡ് എന്താണ് സെയിം ലിക്വിഡാണ് അതായത് രണ്ട് സൈഡിലും ഡെൻസിറ്റി ρ1 ആണ്. ഇനി എന്താണ് ഡാറ്റം ലൈൻ എടുത്തിരിക്കുന്നത് XX ആണ് ഡാറ്റം ലൈൻ എടുത്തിരിക്കുന്നത്. എന്താ ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിലുള്ള പ്രഷർ കണ്ടുപിടിക്കണം റൈറ്റ് സൈഡിലുള്ള പ്രഷറും കണ്ടുപിടിച്ച് ഇക്വേറ്റ് ചെയ്താൽ എന്ത് കിട്ടും PA മൈനസ് PBക്ക് എക്സ്പ്രഷൻ കിട്ടും. അതായത് ഈ ഒരു പോയിന്റിലെ പ്രഷറും ഈ ഒരു പോയിന്റിലെ പ്രഷറും തമ്മിലെ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. ലെഫ്റ്റ് ലിംബിലെ പ്രഷർ എന്ത് വരും PA പ്ലസ് പിന്നെന്താ ആ ഒരു ഫ്ലൂയിഡിൻ്റെ ഈ ഒരു ഹൈറ്റിലെ പ്രഷർ PA പ്ലസ് ρ1G ഇൻറ്റു H പ്ലസ് എക്സ് ടോട്ടൽ ഹൈറ്റ് വരുന്നത് H പ്ലസ് എക്സ് ആണ്. ഇനി റൈറ്റ് സൈഡ് ആണെങ്കിലോ PB പ്ലസ് ഈ ഒരു ഹൈറ്റ് എക്സ് ഹൈറ്റിൽ ആ ലിക്വിഡിൻ്റെതും പിന്നെ H ഹൈറ്റിൽ മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെയും എഫക്റ്റ് കൺസിഡർ ചെയ്യണം. PB പ്ലസ് ρ1GX പ്ലസ് ρG/GH. അതിനുശേഷം എന്ത് ചെയ്യുന്നു ലെഫ്റ്റ് പ്രഷറും റൈറ്റ് പ്രഷറും ഇക്വേറ്റ് ചെയ്യുന്നു. അതിനുശേഷം PA മൈനസ് PBയുടെ ഫോർമാറ്റിലോട്ട് അതിനെ മാറ്റുന്നു. അതിനുശേഷം എന്താ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നില്ല ക്യാൻസൽ ചെയ്ത് അവസാനം എന്ത് കിട്ടും PA മൈനസ് PB ഈസ് ഈക്വൽ ടു ρG മൈനസ് ρ1 ഇൻറ്റു GH കിട്ടും. ഇതാണ് A എന്ന് പറഞ്ഞ പോയിന്റിലെയും B എന്ന് പറഞ്ഞ പോയിന്റിലെയും തമ്മിലുള്ള പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഫൈനൽ ഇക്വേഷൻ ബൈഹാർട്ട് പഠിക്കണമെന്നൊന്നുമില്ല എന്ത് എഴുതാൻ അറിഞ്ഞാൽ മതി ഈ ഒരു ഇക്വേഷനും എഴുതാൻ അറിഞ്ഞിട്ട് പിന്നെന്താ അത് ജസ്റ്റ് ഇക്വേറ്റ് ചെയ്യുന്നത് ബാക്കിയെല്ലാം മാത്സ് സോൾവ് ചെയ്യുന്നത് മാത്രമാണ്. അടുത്തത് ഇൻവേർട്ടഡ് U-tube ഡിഫറൻഷ്യൽ മാനോമീറ്റർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ ഇൻവേർട്ടഡ് U-tube containing a light liquid. The two ends of the tube are connected to the points whose difference of pressure is to be measured. It is used for measuring difference of low pressure. ഇൻവേർട്ടഡ് U-tube മാനോമീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത് ലോ പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ്. എന്താ അതിൻ്റെ പേരെന്താ അങ്ങനെ വരാൻ കാരണം ആ ഷേപ്പ് നോക്കിയാൽ മനസ്സിലാവും ഇൻവേർട്ടഡ് ആയിട്ടാണ് U ഇല്ല അല്ലേ. ഇനി അതിൻ്റെ എന്താണ് ഒരു ലൈറ്റ് ലിക്വിഡ് എന്ന് പറയുന്നത് കാണുന്നുണ്ട്. ഈ ഹെവി ലിക്വിഡ് ലൈറ്റ് ലിക്വിഡ് എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഹെവി ലിക്വിഡ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലൈറ്റ് ലിക്വിഡ് എന്ന് പറയുന്നത് ഡെൻസിറ്റിയുടെ ടേംസ് പറയുന്നതാണ്. ഇവിടെ യൂസ് ചെയ്യുന്ന എന്താണ് ലൈറ്റ് ലിക്വിഡ് ആണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡെൻസിറ്റി ഈ മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഈ ഒരു A എന്ന് പറഞ്ഞ ചാനലിലോ അല്ലെങ്കിൽ B എന്ന് പറഞ്ഞ ചാനലിലോ ആ രണ്ട് ലിക്വിഡിൻ്റെ ഡെൻസിറ്റിനെക്കാട്ടിയും കുറവായിരിക്കും. അതായത് ഡെൻസിറ്റി കുറഞ്ഞ ലിക്വിഡിനാണ് നമ്മൾ നോർമലി ലൈറ്റ് ലിക്വിഡ് എന്ന് പറയുന്നത്. ഹെവി ലിക്വിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ ബാക്കി ചാനലിലേക്കൂടെ ഒഴുകുന്ന അല്ല പൈപ്പിലേക്കൂടെ ഒഴുകുന്ന ലിക്വിഡിനെക്കാട്ടിയും ഡെൻസിറ്റി കൂടിയ ലിക്വിഡിനെയാണ് നമ്മൾ ഇവിടെ ഹെവി ലിക്വിഡ് ആ സെൻസ് പറയുന്നതാണ്. ഇവിടെ എന്തായിരിക്കും ലൈറ്റ് ലിക്വിഡാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അതായത് A എന്ന് പറഞ്ഞ ചാനലും B എന്ന് പറഞ്ഞ ചാനലിൽ യൂസ് ചെയ്യുന്ന ലിക്വിഡ്സിൻ്റെ ഡെൻസിറ്റീനെക്കാട്ടിയും കുറഞ്ഞ ഡെൻസിറ്റിയിലെ ലിക്വിഡാണ് ഇവിടെ മാനോമെട്രിക് ഫ്ലൂയിഡായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെന്താ അതിൻ്റെ രണ്ട് എൻഡ്സ് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. എവിടേക്കത്തെ പ്രഷറാണോ മെഷർ ചെയ്യേണ്ടത് അവിടത്തോട്ട് അത് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി അതിലെ നൊട്ടേഷൻസ് നോക്കാം. A എന്ന് പറഞ്ഞ ചാനലിലെ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി ρ1 ആണ്. B എന്ന് പറഞ്ഞ പൈപ്പ് ചാനലിലെ പൈപ്പിലെ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്താണ് ρ2 ആണ്. ρS എന്താണ് മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റിയാണ് ρS. A എന്ന് പറഞ്ഞ പോയിന്റിലെ പ്രഷറാണ് PA എന്ന് പറയുന്നത്. PB B എന്ന് പറഞ്ഞ പോയിന്റിലെ പ്രഷർ. ഇനി H എന്താണ് ഈ ലെഫ്റ്റ് ലിംബിലെയും റൈറ്റ് ലിംബിലെയും തമ്മിലെ ആ മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ ഡിഫറൻസ് ആണ് H ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇനി H1 എന്താ ഹൈറ്റ് ഓഫ് ലിക്വിഡ് ഇൻ ദ ലെഫ്റ്റ് ലിംബ് ബിലോ ദ ഡാറ്റം ലൈൻ XX. ഈ ഡാറ്റം ലൈനിൽ നിന്ന് ഇതിൻ്റെ ഈ സെൻറ്ററിലോട്ടുള്ള ഡിസ്റ്റൻസ് അതാണ് എന്ത് H1 ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. H2 എന്താണ്
ഈ ഒരു മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ ഈ ലെവലിൽ നിന്ന് ബിയിലോട്ടിലെ ഹൈറ്റാണ് H2 ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ പ്രഷർ ബാലൻസ് എഴുതിയേ വേണ്ട. ഇവിടെ ഞാൻ ഡാറ്റം ഏതാ കൺസിഡർ ചെയ്തിരിക്കുന്നത്? XX ആണ് ഇതിൽ ഡാറ്റമായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്. പ്രഷർ ബാലൻസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് താഴോട്ടല്ല ട്യൂബില്ലത് മുകളിലോട്ടാണ്. അതിൻ്റെ മീനിങ് എന്താ? ഈ ഒരു കയ്യിലുള്ള പ്രഷർ റെഡ്യൂസ് ചെയ്യേ വേണ്ട, അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യേ വേണ്ട. XX ലെഫ്റ്റ് ലിംബിലെ ബാലൻസ് എങ്ങനെ എഴുതിയിരിക്കുന്നത്? PA മൈനസ് ρ1GH1 ആണ്. താഴോട്ട് പോകുന്നതോറും എന്താണ്? പ്രഷർ അഡീഷനാണ്, ആഡ് ചെയ്തിട്ടാണ് പോകേണ്ടത്. ഇത് മുകളിലോട്ട് ആയതുകൊണ്ട് എന്താ? സബ്ട്രാക്ട് ആയിട്ടാണ് എഴുതാൻ വേണ്ടിയിട്ട്. PA മൈനസ് ρ1GH1 അതാണ് ഇവിടെയുള്ള പ്രഷർ എന്ന് പറയുന്നത്. ഇനി പ്രഷർ ഇൻ ദ റൈറ്റ് ലിംബ് ബിലോ XX, ഇവിടെയുള്ള പ്രഷർ എന്തായിരിക്കും? PB മൈനസ് ഈ ഒരു കോളത്തിൻ്റെ പ്രഷർ മൈനസ് ഈ ഒരു കോളത്തിൻ്റെ മാനോമെട്രിക്കിൻ്റെ ആ ഒരു കോളത്തിൻ്റെ പ്രഷർ, കറസ്പോണ്ടിങ് പ്രഷർ എന്ത് കിട്ടും? PB മൈനസ് ρ2GH2. ρ2GH2 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈറ്റിൽ വരുന്നത് മൈനസ് ρS ഇൻറ്റു GH ഈ ഒരു ഹൈറ്റിൽ. ഇനി എന്താ ചെയ്യേണ്ടത്? ലെഫ്റ്റിലെ പ്രഷറും കണ്ടുപിടിച്ചു, റൈറ്റിലെ പ്രഷറും കണ്ടുപിടിച്ചു. ഇനി എന്ത് ചെയ്താൽ മതി? രണ്ട് പ്രഷറും ഇക്വേറ്റ് ചെയ്താൽ PA മൈനസ് PBയുടെ എക്സ്പ്രഷൻ കിട്ടും. അടുത്തത് ക്വസ്റ്റ്യൻ. എ ഡിഫറൻഷ്യൽ മാനോമീറ്റർ ഈസ് കണക്റ്റഡ് അറ്റ് the 2 points A and B of two pipes as shown in figure. The pipe A containing a liquid of specific gravity 1.5 while pipe B containing a liquid of specific gravity 0.9. The pressure at A and B are 1 kg force per centimeter square and 1.8 kg force per centimeter square respectively. Find the difference in mercury level in the differential manometer. Question വായിച്ചാലൊന്ന് മനസ്സിലാവും. രണ്ട് പൈപ്പ് ഉണ്ട്, പൈപ്പ് എ ഉണ്ട്, പൈപ്പ് ബി ഉണ്ട്. പൈപ്പ് എയിലൊരു ഫ്ലൂയിഡ് ഉണ്ട്, അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? 1.5 ആണ്. പൈപ്പ് ബിയിൽ 0.9 ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് തന്നിരിക്കുന്നത്. അതിനെ ഡെൻസിറ്റി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതിന് ശേഷം എന്താ? ഈ ഒരു പോയിന്റിലെ പ്രഷറും തന്നിട്ടുണ്ട്, ഈ ഒരു പോയിന്റിലെ പ്രഷറും തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡിഫറൻസ് ഇൻ മെർക്കുറി ലെവൽ. അതായത് മെർക്കുറി ലെവലിലെ ഡിഫറൻസ് പറഞ്ഞാൽ ലെഫ്റ്റ് ലിംബും റൈറ്റ് ലിംബും തമ്മിലുള്ള ഡിഫറൻസ്. ഈ H ആണ് ഇതിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഡയമെൻഷൻസൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ? പ്രഷർ തന്നിരിക്കുന്ന യൂണിറ്റ് ആണ് നോക്കേണ്ടത്. kgf/cm² ആണ്. SI യൂണിറ്റ് അല്ല. പ്രഷറിൻ്റെ SI യൂണിറ്റ് എന്താണ്? Nm/m² അല്ലെങ്കിൽ പാസ്കലാണ്. അന്നേരം എന്ത് ചെയ്യണം? ഈ kgfനെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? ന്യൂട്ടണിലോട്ട് കൺവേർട്ട് ചെയ്യണം. cm² എന്ത് ചെയ്യണം? മീറ്റർ സ്ക്വയറിലോട്ടും കൺവേർട്ട് ചെയ്യണം. cm² മീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഡയറക്റ്റായിട്ട് പറ്റും. സെൻറ്റിമീറ്റർ മീറ്ററിലാക്കാൻ എന്ത് ചെയ്താൽ മതി? 10⁻² ആണ്, ഹോൾ സ്ക്വയർ ചെയ്താൽ മതി. ഇനി kgfനെ ന്യൂട്ടണിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? 1 kgf = 9.81 ന്യൂട്ടൺ ആണ്. ഈ ഫോർമുല അറിഞ്ഞിരിക്കണം, എന്നാൽ മാത്രമേ പ്രോബ്ലം ചെയ്യാനാവുള്ളൂ. ഓക്കെ, ഇനി പ്രോബ്ലം ചെയ്ത് നോക്കാം. എന്താണ്? എ എന്ന് പറഞ്ഞ കണ്ടെയ്നറിൽ പൈപ്പിലെ ലിക്വിഡ് എന്താ? 1 ആണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ഡെൻസിറ്റി. ρ1 = എന്ത് കിട്ടും? 1.5 × 1000 ചെയ്താൽ മതി. ഇനി ρ2 കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 0.9 × 1000. ഇനി എന്ത് ചെയ്യണം? പ്രഷർ കൺവേർട്ട് ചെയ്യുന്നത് 1 kgf/cm². അതിന് cm² മീറ്ററിലാക്കിയിട്ടുണ്ട്. താഴെ എന്ത് വരും? 10⁻⁻4 വരും. cm² മീറ്റർ² ആകുമ്പോൾ അത് മുകളിലോട്ട് പോകുമ്പോൾ 10⁻4 ആയി. 10⁻⁻ താഴെ വരുന്നത് മുകളിലോട്ട് പോകുമ്പോൾ 10⁻4 ആയി. ഇനി 1 × 9.81 ചെയ്തു. എന്തായി? ആ kgf എങ്ങോട്ട് കൺവേർട്ട് ചെയ്തു? ന്യൂട്ടണിലോട്ട് കൺവേർട്ട് ചെയ്തു. അതേപോലെ പ്രഷർ അറ്റ് ബിയും എന്ത് ചെയ്യുക? Nm/m² കൺവേർട്ട് ചെയ്യുക. ഇനി മെർക്കുറിയുടെ ഡെൻസിറ്റി എത്രയാണ്? 13.6 × 1000. മെർക്കുറിയുടെ സ്പെസിഫിക് ഗ്രാവിറ്റി വാല്യൂ ബൈ ഹാർട്ട് അറിഞ്ഞിരിക്കണം. ക്വസ്റ്റ്യനിൽ അത് തരൂല. ഇനി എന്താ ചെയ്യുന്നത്? പ്രഷർ എബോവ് XX ഇൻ ദി ലെഫ്റ്റ് ലിംബ്. നോർമലി ചെയ്യുന്ന മാതിരി തന്നെ ലെഫ്റ്റ് ലിംബിൽ എന്ത് ചെയ്യുക? ഈ പോയിന്റിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ കണ്ടുപിടിക്കുക. എന്താ? PA പ്ലസ് ഈ ഒരു ഹൈറ്റിൽ ആ ലിക്വിഡിൻ്റെ പ്രഷർ പ്ലസ് ഈ ഒരു ഹൈറ്റിൽ എന്താ വരുന്നത്? ആ മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ പ്രഷർ. ഓക്കെ, നോക്കുക. എന്താ ഇത്? ഇവിടുന്ന് മുകളിലോട്ടാണ് എക്സ്പ്രഷൻ എഴുതിയിരിക്കുന്നത്. 13.6 × 1000 × 9.81 × H കണ്ടുപിടിക്കേണ്ടതാണ്. ഈ ഒരു കോളത്തിൻ്റെ പ്രഷറായി പ്ലസ് പിന്നെന്താ? ഈ ഒരു കോളത്തിൻ്റെ പ്രഷർ 1500 × 9.81 ടോട്ടൽ ഹൈറ്റ് എത്രയാണ് വരുന്നത്? 3 + 2 വന്നു മീറ്റേഴ്സ് തന്നെ. പ്ലസ് എന്താ? PA പ്രഷർ. അതാണ് ഇവിടെയുള്ള പ്രഷർ എന്ന് പറയുന്നത്. ഇനി റൈറ്റ് സൈഡിൽ നോക്കുന്നുണ്ടെങ്കിലോ PB പ്ലസ് ഈ ഒരു കോളത്തിൻ്റെ പ്രഷർ. അതെന്താണ്? 2 + H ആണ് ഹൈറ്റ് വരുന്നത്.
900 ഇൻറ്റു 9.81 ഇൻറ്റു 2 പ്ലസ് എച്ച് പ്ലസ് പി ബി. അതാണ് ഈ ഒരു കോളത്തിൽ ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യുന്നത്? രണ്ട് പ്രഷറും ഇക്വേറ്റ് ചെയ്യുന്നു. ലെഫ്റ്റ് ലിംബിലെ പ്രഷറും റൈറ്റ് ലിംബിലെ പ്രഷറും ഇക്വേറ്റ് ചെയ്യുന്നു. എക്സ്പ്രഷൻ കിട്ടി. അതിനുശേഷം എന്താ? എൻ്റയർ ഇക്വേഷനെ 1000 ഇൻറ്റു 9.81 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനുശേഷം സോൾവ് ചെയ്തിട്ട് ആരാ കണ്ടുപിടിക്കേണ്ടത്? എച്ചിൻ്റെ വാല്യൂ സോൾവ് ചെയ്ത് കണ്ടുപിടിക്കണം. എത്ര കിട്ടുന്നത്? 18.1 സെൻറ്റിമീറ്റർ കിട്ടും. ബാക്കി മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഒന്നും പറയുന്നില്ല, അത് ചെയ്ത് നോക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ആ ഫിഗർ വരക്കുന്ന മാത്രമേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. തൊട്ട് മുമ്പ് ചെയ്ത് അതേ രീതിയിൽ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. A U-tube differential mercury manometer is connected between two pipes X and Y. രണ്ട് പൈപ്പ് ഉണ്ട്. അതിനെ ഒന്ന് ഡിനോട്ട് ചെയ്യുന്നത് X ആണ്, അടുത്തത് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? Y ആണ്. ഇതുപോലുള്ള ക്വസ്റ്റ്യനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഈ ഫിഗർ വരക്കലാണ്. ക്വസ്റ്റ്യൻ കാണുമ്പം കുറച്ച് ലെങ്തി ആയിരിക്കും. ഫിഗർ വരച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്നോ രണ്ടോ സ്റ്റെപ്പിൽ ആൻസറായി. The pipe X contains a fluid, specific gravity 1.59 under a pressure of 103 kN per meter square, and pipe B contains oil, specific gravity 0.8 under a pressure of 172 kN per meter square. എന്ത് തന്നിട്ടുണ്ട്? ഈ രണ്ട് പൈപ്പിലെയും ഫ്ലൂയിഡിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഡെൻസിറ്റി കിട്ടും. പ്രഷറിൻ്റെ യൂണിറ്റ് ശ്രദ്ധിക്കണം. kN per meter square ആണ്. കിലോ ആണ്. ഇൻറ്റു 10⁻³ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇനിയാണ് അതിൻ്റെ ഓറിയൻറ്റേഷൻ തരുന്നത് അടുത്ത പാർട്ടിലാണ്. പൈപ്പ് എക്സ് ഈസ് 2.5 മീറ്റർ എബോവ് പൈപ്പ് വൈ. ഈ ഫിഗർ ക്വസ്റ്റ്യൻ്റെ കൂടെ തരുന്നില്ല, ഇത് നമ്മൾ വരച്ചെടുക്കേണ്ടതാണ്. പൈപ്പ് ലെഫ്റ്റ് സൈഡിലെ പൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൈറ്റ് സൈഡിലെ പൈപ്പിനെക്കാട്ടി 2.5 മീറ്റർ ഹൈറ്റിലാണ്. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് ആ തന്നിരിക്കുന്നത്. പിന്നെ തന്നിരിക്കുന്നത് മെർക്കുറി ലെവൽ ഇൻ ദ ലിംബ് കണക്റ്റഡ് ടു പൈപ്പ് എക്സ് ഈസ് 1.5 മീറ്റർ ബിലോ ദ സെൻട്രൽ ലൈൻ ഓഫ് പൈപ്പ് വൈ. അതായത് എക്സിനെ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ലിംബിലെ മെർക്കുറി ലെവൽ എന്ന് പറയുന്നത് വൈൻ്റെ സെൻറ്ററിന്ന് 1.5 മീറ്റർ ബിലോ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ കറക്റ്റ് വായിച്ചിട്ട് എന്ത് ചെയ്യണം? ഏത് ഡിസ്റ്റൻസ് ആണ് അത് വരുന്നതെന്ന് മനസ്സിലാക്കണം. വൈൻ്റെ സെൻറ്റർ ലൈനെക്കാട്ടിയും 1.5 മീറ്റർ ബിലോ ആണ് ഈ ഒരു എക്സിനെ കണക്ട് ചെയ്തിരിക്കുന്ന ആ ലിംബ്, അതായത് ലെഫ്റ്റ് ലിംബിലെ മെർക്കുറി ലെവൽ എന്ന് പറയുന്നത്. പിന്നെ ദ ലെവൽ ഓഫ് മെർക്കുറി in the limb connected to pipe Y is below the level of mercury in the other limb. അതിൻ്റെ മീനിങ് എന്താ? ലെഫ്റ്റ് ലിംബിലാണ് മെർക്കുറി ഹൈറ്റ് കൂടി നിൽക്കുന്നത്, അതായത് വൈ പൈപ്പുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. അതായത് റൈറ്റ് ലിംബിലെ മെർക്കുറി ലെവൽ എന്ന് പറയുന്നത് ലെഫ്റ്റ് ലിംബിനെക്കാട്ടിയും താഴെയാണ് നിൽക്കുന്നത്. Find the manometric reading in centimeters of mercury and show the same as a schematic diagram. ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ചെയ്യേണ്ടത് കറക്റ്റായിട്ട് വായിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യുക? ഫുൾ ക്വസ്റ്റ്യൻ വായിക്കുക. അതിനുശേഷം ആണ് ഈ സ്കീമാറ്റിക് ഈ ഡയഗ്രാം വരക്കേണ്ടത്. കണ്ടുപിടിക്കേണ്ടത് എച്ച് ആണ്. എന്ത് ചെയ്യുക? പ്രഷർ ബാലൻസ് ഡാറ്റം ലൈൻ വരച്ചിട്ട് പ്രഷർ ബാലൻസ് എഴുതിയാൽ എന്ത് കിട്ടും? എച്ചിൻ്റെ വാല്യൂ കിട്ടും. തൊട്ട് മുമ്പ് ചെയ്ത സെയിം പ്രൊസീജിയറിലാണ് ചെയ്യേണ്ടത്. അടുത്തത് ഇൻവേർട്ടഡ് യൂട്യൂബ് മാനോമീറ്ററിൻ്റെ പ്രോബ്ലമാണ്. An inverted U-tube manometer is connected to two pipes A and B through which water is flowing. The vertical distance between the axes of this pipe is 30 cm. When an oil of specific gravity 0.8 is used as gauge fluid, the vertical height of water column in the two limbs of the inverted manometer when measured from the respective center line of pipes are found to be same and equal to 35 cm. Determine the difference of pressure between the pipes. ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? ഇൻവേർട്ടഡ് മാനോമീറ്റർ രണ്ട് പൈപ്പ് തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്. എ എന്ന് പറഞ്ഞ പൈപ്പും ബി എന്ന് പറഞ്ഞ പൈപ്പും തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്. രണ്ട് പൈപ്പിലും എന്താണ്? വാട്ടറാണ് ഫ്ലോ ചെയ്യുന്നത്. പക്ഷേ രണ്ട് പൈപ്പും ഒരേ ഹൊറിസോണ്ടൽ ലെവലിലല്ല. ഒരു പൈപ്പ് എന്താണ്? മറ്റൊരു പൈപ്പിനെക്കാട്ടിയും 30 cm എബോവ് ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് ഇതിൻ്റെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു 0.8 സ്പെസിഫിക് ഗ്രാവിറ്റിയിൽ ഒരു മാനോമെട്രിക് ഫ്ലൂയിഡ്, ഗേജ് ഫ്ലൂയിഡ് എന്ന് വെച്ചാൽ മാനോമെട്രിക് ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നുണ്ട്? ആ യൂട്യൂബ് മാനോമീറ്ററിൽ വർക്കിംഗ് ഫ്ലൂയിഡായിട്ടുണ്ട്. പിന്നെന്താന്നിരിക്കുന്നത്? ഈ കണക്ട് ചെയ്യുന്ന സമയത്തിലെ ഈ ഒരു കോളം, വാട്ടർ കോളത്തിൻ്റെ ഹൈറ്റാണ് അടുത്ത് തന്നിരിക്കുന്നത്. വെർട്ടിക്കൽ ഹൈറ്റ് ഓഫ് വാട്ടർ കോളം ഇൻ ദ ടു ലിംസ് ഓഫ് ഇൻവേർട്ടഡ് മാനോമീറ്റർ എവിടുന്ന് മെഷർ ചെയ്യുന്നത്? ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് മെഷർ ചെയ്യുന്നത്. ആർ ഫൗണ്ട് ടു ബി 35 cm. അതായത് ആ മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ ആ ലെവലിലോട്ട് ഈ പൈപ്പിൻ്റെ സെൻറ്ററിൽ നിന്നുള്ള ഹൈറ്റ് എത്രയാണ്? 35 cm ആണ്. ലെഫ്റ്റ് പൈപ്പിൽ നിന്നും റൈറ്റ് പൈപ്പിലും എന്താണ്?
35 സെൻറ്റിമീറ്റർ ആണ്. മീൻസ് ഈ ടോട്ടൽ ഹൈറ്റ് എത്ര വന്നു? 75 വന്നു. ഇത് 35 പോയാൽ ബാക്കി എന്താണ്? ഇതിൻ്റെ മാനോമെട്രിക് ഫ്ലൂയിഡിൻ്റെ ലെവൽ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 30 സെൻറ്റിമീറ്റർ വരും. ലെറ്റ് പി എ ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ് എ ആൻഡ് പി ബി ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ് ബി. സി എ ആൻഡ് ഡി ലൈ ഓൺ ദ സെയിം ഹൊറിസോണ്ടൽ ലൈൻ ആൻഡ് ഹെൻസ് പ്രഷർ അറ്റ് സി ഈക്വൽ ടു പ്രഷർ അറ്റ് ഡി. സിയും ഡിയും എന്താണ്? സെയിം ഹൊറിസോണ്ടൽ ലൈനിലാണ്. ഇവിടെയുള്ള പ്രഷറും ആണ് ഇക്വേറ്റ് ചെയ്യേണ്ടത്. എന്തായിരിക്കും? സെയിം ആയിരിക്കും. അത് സോൾവ് ചെയ്താലാണ് എന്ത് കിട്ടുക? ആ പ്രഷർ ഡിഫറൻസിന് കിട്ടുക. ഇനി പ്രഷർ അറ്റ് സി ഇൻവേർട്ടഡ് ആണ്, ശ്രദ്ധിക്കണം. പ്രഷർ ഇക്വേഷൻ അതേ സമയത്ത് മൈനസ് ആണ് വരിക. എന്താ പ്രഷർ അറ്റ് സി എന്ന് പറഞ്ഞാൽ പി എ മൈനസ് ഈ ഒരു ഹൈറ്റ്. ആ ഒരു ഹൈറ്റിലെ എന്താണ് റോ ജി എച്ചിൻ്റെ വാല്യൂ ഇതിൽ നിന്ന് പി എന്ന് സബ്ട്രാക്ട് ചെയ്യണം. എന്താ പി എ മൈനസ് റോ എത്രയാണ്? വാട്ടറാണ്. 1000 ഇൻറ്റു 9.81 ഇൻറ്റു ഹൈറ്റ് 0.35 മീറ്റേഴ്സ്. സെൻറ്റിമീറ്ററിലാണ്, മീറ്റേഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇനി പ്രഷർ അറ്റ് ഡി എന്തായിരിക്കും? പി ബി മൈനസ് ഈ ഒരു കോളത്തിലെ ഹൈറ്റ് മൈനസ് ഈ ഒരു കോളത്തിലുണ്ടാകുന്ന പ്രഷർ. ഓക്കെ, പി ബി മൈനസ് ഇവിടെ എന്താണ്? വാട്ടർ തന്നെയാണ്. 1000 ഇൻറ്റു 9.81 ഇൻറ്റു 0.35. അടുത്തത് ഇതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? 0.8 ആണ്. ഇൻറ്റു 1000 ചെയ്താൽ ഡെൻസിറ്റി കിട്ടും. എത്ര വരും? 800 ഇൻറ്റു 9.81 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 0.3. ഇനി എന്താ ചെയ്യുന്നത്? പ്രഷർ അറ്റ് സി ഈസ് ഈക്വൽ ടു പ്രഷർ അറ്റ് ഡി. അതിനുശേഷം രണ്ട് പ്രഷറും ഈക്വേറ്റ് ആയിട്ട് എന്ത് ചെയ്യുക? പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കുക. സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? പി ബി മൈനസ് പി ഐ ഈസ് ഈക്വൽ ടു 2354.4 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ.